മിനിഞ്ഞാന്ന് രാത്രി ഉണ്ടായ ദാരുണമായ സംഭവത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമായി നമ്മളെ പ്രദേശത്ത്. കാരണം അനേകം ആളുകൾ ഈ റോഡ് വഴി ഇടിഞ്ഞാറിലോട്ടും ഇടവത്തോട്ടും പോവുകയും വരികയും ചെയ്യുന്ന ഏക ഗതാഗത സൗകര്യത്തിനുള്ള റോഡാണിത്. പക്ഷേ വനം വകുപ്പിൻ്റെ അനാസ്ഥ കാരണം ഇത് ഒരു ജീവൻ ഇന്നലെ പൊലിഞ്ഞു. 8 വർഷത്തിന് മുമ്പ് തൊട്ട് താഴെ വെച്ച് ഒരു പയ്യനും ദാരുണമായി മരണപ്പെടുകയുണ്ടായി. ഇത് വനം വകുപ്പിൻ്റെ കുറ്റകരമായ അനാസ്ഥയാണ്. 8-9 മാസം മുമ്പ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്, പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ഇടവം വാർഡിലെ മെമ്പർ ഷീബ ഷാനവാസ് ഇതുമായി ബന്ധപ്പെട്ട് റോഡ് സൈഡിൽ ഉണങ്ങിയിരിക്കുന്ന മരങ്ങൾ മുറിക്കണമെന്ന് കാണിച്ചുകൊണ്ട് പഞ്ചായത്തിനും വനം വകുപ്പിനും KSEBിക്കും രേഖാമൂലം കത്ത് കൊടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് അടിയന്തരമായി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പിന് കത്ത് കൈമാറുകയുണ്ടായി. എന്നാൽ വനം വകുപ്പ് ബൗണ്ടറി ജംഗ്ഷൻ മുതൽ ഇടിഞ്ഞാറ് വരെയുള്ള റോഡിൻ്റെ ഇരു സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ ഒരു ദാരുണ അന്ത്യമാണ് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടത്. ഇത് വനം വകുപ്പ് കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് സാമ്പിൾ ആയിട്ടിട്ടേക്കുന്നതാണെന്നാണ്. ഈ മരത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ മരങ്ങളിട്ട് കഴിഞ്ഞാൽ ഇതുവഴി വഴിയാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇടിഞ്ഞാർ സ്കൂളിലെ കുട്ടികളെയും കൊണ്ടുപോയ വാഹനത്തിന് മുമ്പിൽ ഇതുപോലെ മരം ഒടിഞ്ഞു വീണു. അത്ഭുതകരമായി ഒരു ആപത്തും വരാതെ അതിൽ രക്ഷപ്പെടുകയുണ്ടായി. ഇത് വനം വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ വനം വകുപ്പ് പറയുന്നത് നിങ്ങൾ മുറിക്കുന്നതാണ്. അങ്ങനെ ആർക്കെങ്കിലും കയറി മുറിക്കാവുന്നതാണ് ഈ വനം വകുപ്പിൻ്റെ പരിധിയിലുള്ള മരങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ആ പയ്യൻ ആരോട് ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട് പോയിട്ട് വന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. പുറകിലിരുന്ന യാത്രക്കാരനാണ് ഈ അപകടത്തിൽ ദാരുണ അന്ത്യം സംഭവിച്ചത്. അത് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണപ്പെട്ട കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് ഉണ്ടായ തീരാ നഷ്ടത്തിൽ ഈ നാട്ടുകാരും എല്ലാം വളരെ ദുഃഖിതരാണ്. കാരണം എന്ന് പറയുന്നത് +1 പഠിക്കുന്ന ഒരു കുട്ടിയും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമാണുള്ളത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു മിനിഞ്ഞാന്ന് രാത്രി പൊലിഞ്ഞു പോയത് എന്നുള്ളത് നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ അതിശക്തമായ സമരം ഇതിൻ്റെ പേരിൽ നടത്തേണ്ടിയിരിക്കുന്നു. ഇത് വനം വകുപ്പ് കുറേ കാലമായി നമ്മളെല്ലാവരും അനുഭവിച്ച ഈ പ്രദേശത്തുള്ള പ്രദേശവാസികളെല്ലാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് വനം വകുപ്പിനെ കൊണ്ടാണ് ഏറ്റവും വലിയ ശല്യമായി വരിക്കുന്നത്. കാട്ടുമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷം. ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കർശനമായ നടപടി എന്നുള്ള നിലയിൽ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായ നടപടി വനം വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയില്ല എങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്ന് ഉള്ള തീരുമാനത്തിലാണ് പ്രദേശവാസികൾ എത്തിയിരിക്കുന്നത്. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരവും അതിന് ആവശ്യമായ സഹായങ്ങളും നൽകുന്നതിന് ആവശ്യമായ നടപടി വനം വകുപ്പിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകണം. അത് പഞ്ചായത്തിനെ കൊണ്ട് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ഭരണസമിതി ഇടപെടുന്നു എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.